വീണമോളെ, ഇതെല്ലാം കൂടി എടുത്ത് അകത്തേക്ക് വയ്ക്ക്. ശേഖരനാണെങ്കിൽ ഉത്രാടപ്പാച്ചിലും കഴിഞ്ഞ് വീട്ടിൽ വന്നതേയുള്ളൂ. അരിയും പലവ്യഞ്ജനങ്ങളും എല്ലാം മേടിച്ചുകൊണ്ട് അയാൾ ഉമ്മറത്ത് വെച്ചു. അച്ഛൻ കാലത്തെ പോയോ ഷോപ്പിങ്ങിന്? അവിടേക്ക് ഇറങ്ങി വന്ന ലക്ഷ്മി ചോദിച്ചു. അതേ മോളെ, അച്ഛന് പാടത്തേക്ക് പോകണം, അതാണ്. അവൾ അതെല്ലാം എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി. ഇവിടെ എല്ലാ വീടുകളിലും ഒരു ഉത്സവ പ്രതീതിയാണെന്ന് ലക്ഷ്മി ഓർത്തു. നാട്ടിൻപുറം അല്ലെങ്കിലും ഇങ്ങനെയാണല്ലോ. സുമിത്രേച്ചിയെ, എന്നെ അടുക്കുവാ. അടുത്ത വീട്ടിലെ മാലതി ആയിരുന്നു. ഞാനിവിടെ ഉണ്ട് മാലതി, കുറച്ച് കായ വറുക്കുമായിരുന്നു. അവർ മകളെ ഏൽപ്പിച്ചിട്ട് അടുക്കളപ്പുറത്തേക്ക് വന്നു. ആണോ? ഓണമൊക്കെ എവിടെ വരെയായി ചേച്ചി? ശേഖരേട്ടൻ ചന്തയ്ക്ക് പോയിട്ട് വന്നു. സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു വെച്ചു. ഞങ്ങൾ ഇന്നലെ പോയിരുന്നു ചേച്ചി. എല്ലാം ഇന്നലെ തന്നെ മേടിച്ചു. മാലതി ചുമ്മാ വന്നതാണോ അതോ? സുമിത്ര ചോദിക്കുന്നത് കേട്ടു. എനിക്കിത്തിരി കറിവേപ്പില പൊട്ടിച്ചു തരാമോ ചേച്ചി? മാലതി പറിച്ചോളൂ, അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയും അവരുടെ ഒപ്പം ഇറങ്ങി. എന്നാ ശരി ചേച്ചി, പിന്നെ കാണാം കേട്ടോ. നിക്ക്, ഞാനിപ്പോ വരാം. സുമിത്ര തിടുക്കപ്പെട്ട് അടുക്കളയിൽ പോയി. എന്നിട്ട് കുറച്ച് കായ വറുത്തത് പൊതിഞ്ഞുകൊണ്ടുപോയി അവർക്ക് കൊടുത്തു. പിള്ളേർക്ക് കൊണ്ടുപോയി കൊടുത്തേരാ കേട്ടോ. ഇന്നല്ലേ ചേച്ചി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസം? അതെ, ഇന്നാണ് മാലതി. എൻ്റെ അനിയത്തിയുടെയും ഇന്നാണ്. കാലത്തെ അവൾ വിളിച്ചപ്പോൾ പറഞ്ഞതാണ്. അത് വെച്ച് ഞാൻ ഓർത്തിരിക്കും. സുമിത്ര ഒന്നും മന്ദഹസിച്ചു. കേക്ക് മുറിക്കുന്നുണ്ടോ ചേച്ചി, അതോ പായസമാണോ? എൻ്റെ മാലതി, ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെയാണോ ഇന്ന്? കുറച്ചു സമയം സംസാരിച്ചു നിന്നിട്ട് മാലതി വീട്ടിലേക്ക് പോയി. വൈശാഖേട്ടാ, ഞാനിന്ന് ടൗണിൽ വരെ പോവുകയാണേ. ലക്ഷ്മി മുറിയിലേക്ക് കയറി വന്നു. നിന്നെ ഒന്ന് കാണാൻ പോലും ഇല്ലല്ലോ. എവിടായിരുന്നു ഇത്രയും നേരം? ഇത്തിരി ബിസി ആയിരുന്നു മോനെ. നാളെ ഓണമല്ലേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏട്ടാ, ഞാനൊന്ന് ടൗണിൽ വരെ പോവുകയാണേ, പ്ലീസ്. എന്തിനാടി പോകുന്നത്? അതോ, എനിക്ക് എഴുതാനുള്ള കുറച്ച് നോട്ട്സൊക്കെ ആയിട്ട് മീര വരും. അത് മേടിച്ചിട്ട് ഓടി വരാം. എങ്ങനെയാണ് പോകുന്നത്? തനിച്ചാണോ? ഞാൻ കാറിലാണ് പോകുന്നത്. പെട്ടെന്ന് വരാന്നേ. എൻ്റെ ലക്ഷ്മി, ഇന്ന് ആകെ തിരക്കായിരിക്കും. നീ വണ്ടി ഓടിച്ചൊന്നും പോകണ്ട. എൻ്റെ ഏട്ടാ, അത്രയ്ക്ക് പേടിയൊന്നും വേണ്ട. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം, അവൾ കെഞ്ചി. ശരി, എങ്കിൽ പോയിട്ട് വാ. താങ്ക്സ് ഏട്ടാ. അവൾ വേഗം തന്നെ അൽമാര തുറന്നു ഏതോ ഡ്രസ്സൊക്കെ എടുത്തു. പെട്ടെന്ന് തന്നെ അവൾ റെഡിയായി ഇറങ്ങി വന്നു. ഗോൾഡ് എല്ലാം ഇരിക്കുന്ന ബോക്സ് അവൾ എടുത്തു വെച്ചു. അതിൽ നിന്ന് 3 പവന്റെ ഒരു വലിയ കാപ്പെടുത്ത് അവൾ ബാഗിലേക്ക് വെച്ചു. ഏട്ടാ, ഞാൻ പോയിട്ട് വേഗം വരാമേ. സൂക്ഷിച്ചു പൊയ്ക്കോണം കേട്ടോ. ഉവ്. അവൾ അടുക്കളയിലേക്കാണ് പോയത്. അമ്മേ, ഞാൻ ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാമേ. എന്തിനാ മോളെ ഇപ്പോൾ പോകുന്നത്? അമ്മേ, എനിക്ക് കുറച്ച് നോട്ട്സൊക്കെ മേടിക്കാനുണ്ട്. 1-2 പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വരും. സൂക്ഷിച്ചു പോണേ. ശരി അമ്മേ. പ്രിയ ജുവലറി എന്ന വലിയ ബോർഡ് വെച്ച ഷോപ്പിന്റെ മുൻപിലാണ് ലക്ഷ്മിയുടെ കാർ വന്ന് നിന്നത്. അവൾ കാർ പാർക്ക് ചെയ്തിട്ട് മെല്ലെ അകത്തേക്ക് കയറിപ്പോയി. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. എന്താണ് വേണ്ടത്? ഒരു ചുള്ളൻ ചെക്കൻ വന്ന് അവളോട് ചോദിച്ചു. എനിക്ക് 2 വള വേണം. അയാൾ അവളെ ആ സെക്ഷനിലേക്ക് കൊണ്ടുപോയി. ഓരോ പവന്റെ വീതം 2 വളയാണ് അവൾ ആദ്യം മേടിച്ചത്. അച്ഛന് മോതിരം പാകമാകുമോ ആവോ? അവൾക്ക് ചെറിയ സംശയമില്ലാതില്ല. എന്തായാലും 1 പവന്റെ ഒരു മോതിരം അച്ഛന് മേടിച്ചു. പകരം അവളുടെ 3 പവന്റെ വള അവൾ അവർക്ക് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അവൾ നേരെ പോയത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ്. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. ലക്ഷ്മി ഒരു തരത്തിലാണ് ഡ്രസ്സെല്ലാം എടുത്തത്. അമ്മയ്ക്കൊരു സാരി, അച്ഛനൊരു ഷർട്ടും മുണ്ടും, വീണയ്ക്കൊരു സൽവാർ സെറ്റ്, ഉണ്ണിമോൾക്കൊരു ഫ്രോക്ക്. ഇത്രയുമാണ് മേടിച്ചത്. അപ്പോഴേക്കും അവളുടെ കാശെല്ലാം തീർന്നിരുന്നു. അവൾ വീണ്ടും ATM കൗണ്ടറിൽ കയറി. എന്നിട്ട് കുറച്ച് കാശ് എടുത്തിട്ട് വൈശാഖനൊരു ജുബ്ബയും മുണ്ടും പിന്നെ അവൾക്കൊരു സാരിയുമാണ് മേടിച്ചത്. എന്തായാലും ഓണക്കോടി എടുക്കാൻ വരുമെന്ന് അവൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഡ്രസ്സെല്ലാം എടുത്ത് അവൾ കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു. ഒരു ബേക്കറിയിൽ കയറിയിട്ട് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും മേടിച്ചാണ് അവൾ വീട്ടിലേക്ക് വന്നത്. എല്ലാം അവൾ സർപ്രൈസായിട്ട് ഡിക്കിയിൽ വെച്ചു. അച്ഛൻ വരുന്നതിന് മുമ്പ് വേണം കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ എന്നവൾ ഓർത്തു. നീ ഇതുവരെ എവിടെയായിരുന്നു ലക്ഷ്മി? ഞാൻ എത്ര തവണ നിന്നെ ഫോൺ വിളിച്ചു. അത് എൻ്റെ ഫ്രണ്ട് വരാൻ ലേറ്റ് ആയിപ്പോയി. എന്നുകൊണ്ട് നിനക്ക് ഫോൺ വിളിച്ചാൽ എടുത്തുകൂടായിരുന്നോ? എൻ്റെ മാഷേ, ഞാനത് മനഃപൂർവ്വമല്ല, കുറച്ച് ബിസി ആയിപ്പോയി. എല്ലാം ഞാൻ പറയാം. അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഉണ്ണിമോളും വീണയും കൂടി മിറ്റമെല്ലാം അടിച്ചു വാരുകയാണ്. സുമിത്രയാണെങ്കിൽ അടുക്കളയിൽ തിരക്കിട്ട ജോലികളിലാണ്. അമ്മയ്ക്കാണെങ്കിൽ ഒടിയാറായ 2 വളകളാണ് ഉള്ളത്.
അതൊക്കെ മാറ്റിയെടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അച്ഛനായാലും എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു വാച്ച് മാത്രമാണ് ഉപയോഗിക്കാറുള്ളൂ. താൻ കണ്ട ദിവസം മുതൽ അങ്ങനെ തന്നെയാണ്. തൻ്റെ അച്ഛന് നവരത്ന മോതിരവും മരതക മോതിരവും പിന്നെ അമ്മയുടെ പേര് കൊത്തിയ മോതിരവും, അങ്ങനെ 3 അച്ഛൻ എന്നും ഉപയോഗിക്കുന്നത്. അവൾ ഓർത്തു. ലക്ഷ്മി, ഇന്നാ മോളെ, ഈ സംഭാരം കുടിക്ക്. എന്തൊരു ചൂടാണ് അല്ലേ? സുമിത്ര അവളുടെ അടുത്തേക്ക് വന്നു. മോളെ, നാളെ മോളുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ വരാൻ പറയണം കേട്ടോ. ഇവിടുന്ന് ഊണ് കഴിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടമ്മേ, അവർ വരും. അച്ഛൻ വരാറായില്ലേ അമ്മേ? വരും മോളെ, ഇത്തിരി കഴിയുമ്പോൾ അച്ഛൻ വരും. അമ്മേ, പൂവാലിയെ തൊഴുത്തിലേക്ക് കയറ്റി കെട്ടിയേക്കട്ടെ? വീണ വിളിച്ചു ചോദിച്ചു. വേണ്ടടി, ഞാൻ അങ്ങോട്ട് വരാം. അവൾ ചിലപ്പോൾ കുറുമ്പ് കാണിക്കും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര മുറ്റത്തേക്ക് ഇറങ്ങി. ലക്ഷ്മി, അകത്തു നിന്ന് വൈശാഖൻ വിളിച്ചപ്പോൾ അവൾ അവിടേക്ക് പോയി. എന്താ ഏട്ടാ? ഓ, എനിക്കിങ്ങനെ കിടക്കാൻ വയ്യടി, ആകെ മടുത്തു. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകും ഏട്ടാ. അതുവരെ റെസ്റ്റ് എടുത്താൽ മതി. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമായിരുന്നു അല്ലേ ലക്ഷ്മി? നിനക്കാണെങ്കിൽ ഒരു ഓണക്കോടി പോലും മേടിക്കാൻ പറ്റിയില്ല. ഓ, അതാണോ ഇപ്പൊ വലിയ കാര്യം? അതിനൊക്കെ ഇനിയും സമയമുണ്ട്. അവൾ അവനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അച്ഛൻ വന്നില്ലേ ഇതുവരെയായിട്ടും? അവൻ ജനാലയിൽ കൂടി വെളിയിലേക്ക് നോക്കി. വരാറാകുന്നു. എന്താ ഏട്ടാ? ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികമാണ്. ഞാനാണെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞു അമ്മയ്ക്കൊരു സാരിയും അച്ഛനൊരു ഷർട്ടും മുണ്ടും മേടിച്ചു കൊടുക്കണം എന്നോർത്തിരുന്നതാണ്. ക്ഷീണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് മേടിച്ചു കൊടുക്കാം ഏട്ടാ. അതേ ലക്ഷ്മി, ഞാൻ ഈ കിടക വിട്ടൊന്ന് എഴുന്നേൽക്കട്ടെ. സുമിത്രേ, ശേഖരൻ ഉച്ചത്തിൽ വിളിക്കുന്നത് കേട്ടപ്പോൾ ലക്ഷ്മി വേഗം പുറത്തേക്ക് ഓടി. എന്താ അച്ഛാ, ചായ വല്ലതും വേണോ? വേണ്ട മോളെ, അവളെ കണ്ടില്ല, അതുകൊണ്ട് വിളിച്ചതാ. അമ്മ ആ തെക്ക് വശത്തുണ്ട് അച്ഛാ. വീണ അവർക്കരികിലേക്ക് വന്നു. നീ എവിടെ പോവുവാടി? ഞങ്ങൾ ശോഭന ചേച്ചിയുടെ വീട് വരെ പോവുക അച്ഛാ. ഉണ്ണിമോളാണ് മറുപടി പറഞ്ഞത്. എന്തേ? തയ്ക്കാൻ കൊടുത്തത് മേടിക്കാൻ. വേഗം പോയിട്ട് വാ. അയാൾ പറഞ്ഞതും അവർ രണ്ടാളും കൂടി വേഗം നടന്നുപോയി. മോളെ ലക്ഷ്മി, അച്ഛൻ പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. അയാൾ പോയതും ലക്ഷ്മി ഓടിച്ചെന്ന് കാറിലിരുന്ന കേക്കെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് അവൾ വേഗം തൻ്റെ മുറിയിലേക്ക് പോയി. അവൾ പാഞ്ഞു വരുന്നത് നോക്കി കിടക്കുകയാണ് വൈശാഖൻ. എന്താ? എന്തു പറ്റി? ശബ്ദമുണ്ടാക്കരുത്, എല്ലാം കണ്ടും കേട്ടും കിടന്നാൽ മതി. അത് പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ ബാഗ് എടുത്ത് വെളിയിലേക്ക് വെച്ചു. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്നെഴുതിയ ഒരു സ്റ്റിക്കർ അവൾ റൂമിൽ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെച്ചു. ഇതെന്താ? അവൻ അവളെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ, മിണ്ടാതിരിക്ക്. കുറച്ച് ബലൂൺ എടുത്ത് വീർപ്പിച്ച് അവൾ മേശമേലിട്ടു. വൈശാഖൻ ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ ഇത് അവൾ എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു അവൻ്റെ സംശയം. തനിക്ക് എഴുന്നേറ്റ് നടക്കത്തില്ലാത്തത് കൊണ്ടാണ് അവൾ ഇവിടെ വെച്ച് എല്ലാം റെഡിയാക്കുന്നത്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അടിപൊളിയായിട്ടുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്ന് സെലിബ്രേറ്റ് ചെയ്തില്ല എന്ന് വിഷമം വേണ്ട. അത് പറഞ്ഞുകൊണ്ട് അവൾ വാതുക്കലേക്ക് പോയി. ലക്ഷ്മി, താങ്ക്സ് എലോട്ട്. ഓ, ആയിക്കോട്ടെ. ശേഖരൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നൊരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അമ്മ പോയി ഒന്ന് കുളിച്ചിട്ട് വരുമോ? എന്തിനാ മോളെ? ഇനി കുറച്ച് ജോലി കൂടിയുണ്ട്. അതൊക്കെ കുളി കഴിഞ്ഞ് നമ്മൾക്ക് രണ്ടാൾക്കും കൂടി ചെയ്യാം. ഇപ്പോൾ അമ്മ പോയി കുളിച്ചിട്ട് വാ. ഒരു കാര്യമുണ്ട്. എന്താണ് ഈ കുട്ടിക്ക്? സുമിത്ര അവളെ നോക്കിയിട്ട് റൂമിലേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞതും അവർ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നു. ആ സമയം കൊണ്ട് ലക്ഷ്മി കേക്കുമായിട്ട് അവരുടെ റൂമിലേക്ക് പോയി. അതൊക്കെ അവൾ മേശമേൽ വെച്ചു. എന്നിട്ട് അവൾ ആ ബലൂണും അതിൻ്റെ വട്ടത്തിൽ നിരത്തി. അമ്മ വന്നോ? ഇനി വീണയും ഉണ്ണിമോളും കൂടി വരട്ടെ. ലക്ഷ്മി വെളിയിലേക്ക് ഇറങ്ങി കൂടെ നോക്കി. ഈ കുട്ടിക്ക് ഇതെന്താ പറ്റിയത്? എൻ്റെ അമ്മേ, എനിക്കൊന്നും പറ്റിയില്ല. അമ്മ അവിടെ പോയി അടങ്ങിയിരിക്കുക. അങ്ങനെ ഉണ്ണിമോളും വീണയും എത്തി. ലക്ഷ്മി എല്ലാവരുമായിട്ട് അവരുടെ റൂമിലേക്ക് പോയി. സുമിത്രയും ശേഖരനും അന്താളിച്ചു പോയി. ലക്ഷ്മി അവിടമാകെ ചെറിയ തോതിൽ അലങ്കരിച്ചിരിക്കുന്നു. കേക്കൊക്കെ സെറ്റ് ചെയ്തു വെച്ചത് നോക്കി നിൽക്കുകയാണ് എല്ലാവരും. മക്കൾക്ക് ഭയങ്കര സന്തോഷമായി. ഉണ്ണിമോളാണെങ്കിൽ ഓടിപ്പോയി ഏട്ടനോട് ഫോണൊക്കെ മേടിച്ച് കുറേ ഫോട്ടോസ് എടുത്തു. അച്ഛാ, അമ്മേ, ഇനി രണ്ടാളും കൂടി കേക്ക് കട്ട് ചെയ്. സുമിത്രയ്ക്കാണെങ്കിൽ ചെറിയ ചമ്മൽ തോന്നി. അതുപോലെയായിരുന്നു ശേഖരനും. എങ്കിലും മക്കൾ എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ അവൾ രണ്ടുപേരും കൂടി കേക്ക് മുറിച്ചു. പരസ്പരം വായിൽ വെച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ പക്ഷേ അവർ അത് കൂട്ടാക്കിയില്ല. ലക്ഷ്മി അപ്പോൾ ഒരു കഷ്ണമെടുത്ത് വൈശാഖൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അവൾ അച്ഛനോടും അമ്മയോടും അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ മകനാണ് അവർക്ക് രണ്ടാൾക്കും കേക്ക് കൊടുത്തത്. അതിനുശേഷം പെൺകുട്ടികൾ ഓരോരുത്തരും കൊടുത്തു. പിന്നീട് ലക്ഷ്മി തൻ്റെ കയ്യിലിരുന്ന പേഴ്സ് തുറന്നിട്ട്
അതിൽ നിന്ന് ആദ്യം ഒരു മോതിരമെടുത്ത് ശേഖരന് ഇട്ടുകൊടുത്തു. അതിനുശേഷം 2 വള എടുത്ത് സുമിത്രയുടെ കയ്യിലും അവൾ അണിയിച്ചു. സുമിത്ര അവളെ കെട്ടിപ്പിടിച്ചു. ഇതെല്ലാം നോക്കി സ്തംഭിച്ചു നിൽക്കുകയാണ് ബാക്കി എല്ലാവരും. "ഇതെന്താ മോളെ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു," ശേഖരൻ ലക്ഷ്മിയോട് പറഞ്ഞു. ലക്ഷ്മി പുഞ്ചിരിച്ചതല്ലാതെ അതിനു മറുപടി ഒന്നും പറഞ്ഞില്ല. വൈശാഖൻ ആരാധനയോടെയാണ് തൻ്റെ ഭാര്യയെ നോക്കിയത്. ഇവളെ തനിക്ക് തന്ന ഈശ്വരനോട് അവൻ 1000 ആവർത്തി നന്ദി പറഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ തൻ്റെ ലക്ഷ്മിയെ വിഷമിപ്പിച്ചെങ്കിൽ തന്നോട് പൊറുക്കണേ മഹാദേവ, അവൻ പ്രാർത്ഥിച്ചു. "എന്നാലും എൻ്റെ ഏട്ടത്തി, ഞങ്ങളാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ." വീണ ഒരു കഷ്ണം കേക്കെടുത്ത് മുറിച്ച് ലക്ഷ്മിക്ക് കൊടുത്തു. ഉണ്ണിമോളാണെങ്കിൽ അമ്മയുടെ വളകൾ രണ്ടും കാണുകയാണ്. "ഏട്ടത്തി, സൂപ്പറാണ് കേട്ടോ വള." "നോക്കട്ടെ, ഞാൻ കണ്ടില്ലല്ലോ." വൈശാഖൻ അത് പറഞ്ഞപ്പോൾ സുമിത്ര മകൻ്റെ അടുത്തേക്ക് ചെന്നു. "ലക്ഷ്മി, നിന്റെ സെലക്ഷൻ അടിപൊളിയാണ് കേട്ടോ, എനിക്കും ഇഷ്ടപ്പെട്ടു." അവൻ അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. "ഏട്ടത്തി, ഞങ്ങൾക്കൊന്നുമില്ലേ? നിങ്ങൾക്കൊക്കെ ഉള്ളത് നിങ്ങളുടെ ഏട്ടൻ തരും. അതും സർപ്രൈസ് അല്ലേ ഏട്ടാ?" ലക്ഷ്മി പറഞ്ഞപ്പോൾ വൈശാഖന് ഒന്നും മനസ്സിലായില്ല. "ആണോ? എന്താ ഏട്ടാ മേടിച്ചത്?" അവൾ വൈശാഖനോട് ചോദിച്ചു. "അതൊക്കെ നാളെ പറയും, അല്ലേ വൈശാഖേട്ടാ?" ലക്ഷ്മി അവനെ നോക്കി കണ്ണിറുക്കി. അവൻ വെറുതെ തലകുലുക്കി കാണിച്ചു. അവൻ്റെ മനസ്സാകെ വിഷമിച്ചിരിക്കുകയാണ്. വീണയും ഉണ്ണിമോളും കൂടി സുമിത്ര വിളിച്ചപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. "ഏട്ടാ, എന്തു പറ്റി? നീ എൻ്റെ അടുത്ത് ഒരു 10 മിനിറ്റ് ഇരിക്ക് ലക്ഷ്മി." അവൾ വന്നു അവൻ്റെ അടുത്തായിരുന്നു. വൈശാഖൻ അവളെ തന്നിലേക്ക് ചേർത്തു. എന്നിട്ട് അവളുടെ വലത് കരമെടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് വെച്ചു. "ലക്ഷ്മി, എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് എന്ന് പോലും അറിയില്ല. നീ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ." അത് പറയുമ്പോൾ അവൻ്റെ കണ്ടമിടറി. "അയ്യടാ, ദേ ഏട്ടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ പിണങ്ങും കേട്ടോ." അവൾ മുഖം വീർപ്പിച്ചു. "സത്യമാണ് ലക്ഷ്മി, നീ ഇന്ന് ചെയ്തത് എത്ര വലിയ കാര്യമാണെന്നോ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ സന്തോഷം എത്രയാണെന്ന് ആ മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. നിനക്ക് നിനക്ക് എന്താണ് ഞാൻ പകരമായി തരേണ്ടത് ലക്ഷ്മി? ഏട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൂടി സങ്കടപ്പെടുത്താതെ. എനിക്കൊന്നും പകരമായി വേണ്ട എൻ്റെ വൈശാഖേട്ടാ." അവൻ അവളുടെ കയ്യിൽ പതിയെ തഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ ഈ കിടക്ക വിട്ട് ഒന്ന് എഴുന്നേൽക്കട്ടെ, എന്നിട്ട് നിനക്ക് ഞാൻ നിന്റെ ഈ സ്നേഹത്തിന് പകരമായി തരുന്നത് കണ്ടോ." എന്താ ഏട്ടൻ തരുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ." "അത് നീയാണോ പറയുന്നത്? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് മാഡം." "ഓഹോ, എങ്കിൽ അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം." ലക്ഷ്മി എളിക്ക് കൈയും കുത്തിക്കൊണ്ട് എഴുന്നേറ്റു. "ഏട്ടൻ ഇത്ര കാര്യമായിട്ട് തരണത് എന്താണെന്ന് ഒന്ന് പറഞ്ഞേ." "ഞാൻ എന്ത് തന്നാലും നീ മേടിക്കുമോ? അത് ആദ്യം പറയ്." "ഏട്ടൻ എന്ത് തന്നാലും ഞാൻ മേടിക്കും. ലോകനാർക്കാവിൽ അമ്മയാണ് സത്യം," അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "ഓക്കെ, താങ്ക്സ്. ഇനി വാക്കു മാറ്റുമോ?" "മതി ചെറുക്കാ കളിച്ചത്, കാര്യം പറ." "ഡയറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞേക്കാം, ഒരു കുഞ്ഞു ലക്ഷ്മിയെ ഞാൻ അങ്ങോട്ട് തരും." ലക്ഷ്മി ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു. "എന്താ, നീ വാക്ക് പറഞ്ഞിട്ട് മാറ്റി പറയുമോ?" "ഏട്ടാ, അത് പിന്നെ എനിക്ക് പഠിക്കേണ്ട ഏട്ടാ. പിന്നെ എനിക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല എൻ്റെ മാഷേ." അതും പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കാര്യം ശരിയാണ് അവൾ പറയുന്നതൊക്കെ. പക്ഷേ തനിക്ക് കുഞ്ഞു ലക്ഷ്മിയെ കാണാൻ വല്ലാണ്ടങ്ങ് മനസ്സ് കൊതിച്ചുപോയി. ആ, ഈശ്വരൻ തരുമ്പോൾ തരട്ടെ, അത്രമാത്രമേ ഉള്ളൂ. "ഏട്ടാ" എന്ന് വിളിച്ചുകൊണ്ട് വീണ മുറിയിലേക്ക് വന്നു. "എന്താടി?" "ഏട്ടാ, അതേ, നാളെ ഏട്ടത്തിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഒക്കെ വരില്ലേ?" അതിനെന്താ മോളെ?" "അതേ, ഞങ്ങൾ അവിടുത്തെ അച്ഛനും ഒരു ഷർട്ടും മുണ്ടും അമ്മയ്ക്കൊരു സാരിയും മേടിച്ചു വെച്ചിട്ടുണ്ട്." "ആണോ? ഈ കാര്യം ലക്ഷ്മിക്ക് അറിയത്തില്ലേ മോളെ?" "ഇല്ല ഏട്ടാ, ഏട്ടത്തി അറിഞ്ഞാൽ സമ്മതിക്കില്ലല്ലോ." അത് ശരിയാണ്, തൽക്കാലം അവളോട് പറയണ്ട." "ഏട്ടാ, എന്നാലും ഏട്ടത്തി ഇന്ന് ചെയ്തത് ശരിക്കും സർപ്രൈസ് ആയിരുന്നു അല്ലേ ഏട്ടാ?" അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിപ്പോയി. അടുക്കളയിൽ ചെന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അവൻ ഒന്നും മിണ്ടാതെ കിടക്കുകയാണ്. "ഏട്ടാ, ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഒരു ക്ഷമ പറയാൻ കൂടി വന്നതാണ്." "എന്താടി?" അവൻ മനസ്സിലാകാത്ത മട്ടിൽ അവളെ നോക്കി. "അത് ഏട്ടാ, ഞാൻ മുൻപൊരിക്കൽ ഏട്ടനോട് ഏട്ടത്തിയെക്കുറിച്ച് മോശമായി സംസാരിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ അത് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോഴൊക്കെ ഞാൻ ഓർത്തത് ഏട്ടത്തി ഒരു തന്നിഷ്ടക്കാരി ആണെന്നാണ്. പക്ഷേ ഒരിക്കലുമല്ല ഏട്ടാ. ഏട്ടത്തിയുടെ സ്വഭാവ നൈർമല്യം എനിക്ക് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് മനസ്സിലായതാണ്. ഏട്ടനോട് ഇനിയും ഏറ്റു പറഞ്ഞില്ലെങ്കിൽ അത് എനിക്കൊരു മനസാക്ഷിക്കുത്താകും. സോറി ഏട്ടാ." അതും പറഞ്ഞുകൊണ്ട് വീണ മുറിക്ക് പുറത്തേക്ക് പോയി. ശരിയാണ്,
താനും ഓർത്തത് ആദ്യം അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ അവളുടെ തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്രയാണെന്ന് താനും ആ ഹോസ്പിറ്റലിൽ വെച്ച് അറിഞ്ഞതാണ്.